ഈ ഉപവാസ പ്രാർത്ഥനയുടെ മാസാവസാനത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ചില നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പ്രാരംഭത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന ഉപകാരങ്ങൾ എത്ര വർണ്ണിച്ചാലും അധികമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയും ഹല്ലേലൂയ വെറുതെ നമ്മൾ ഇരിക്കരുത്. ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓരോന്നായി ഒന്ന് ഓർത്തിരുന്നാൽ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരും അത്തരത്തിൽ നിന്ന് സ്തോത്രവും വന്നുകൊണ്ടിരുന്നോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് പ്രാരംഭമായി ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗലീലയിലെ കാനാവിൽ വെച്ച് തൻ്റെ ആദ്യത്തെ അത്ഭുതം ആരംഭിച്ച് ഇന്നും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കർത്താവ്. എന്നാൽ തൻ്റെ സ്വന്തം പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ കർത്താവിന് അത്ഭുതമൊന്നും ചെയ്യാൻ പറ്റിയില്ല. വലിയ അത്ഭുതങ്ങളൊന്നും കർത്താവിന് അവിടെ ചെയ്യാൻ പറ്റിയില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ കഴിവ് കുറഞ്ഞുപോയി. പിന്നെ സമയം കിട്ടിയില്ല. എന്താ കാര്യം? അവരുടെ അവിശ്വാസം നിമിത്തം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയും ഹല്ലേലൂയ എന്നെ നിങ്ങൾ നോക്കണ്ട. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടുന്നത് അവിടുന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. മാനുഷികമായ ചിന്തകളൊന്നും ഇന്ന് രാത്രി വേണ്ട എന്നെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവവചന ചിന്തയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് അടുത്ത് വന്നാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, മാനുഷികമായതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ. മാനുഷിക ബുദ്ധിയിൽ മുതിർന്നു വരുന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗത്തിലെ ആലോചനയാണ്. സ്വർഗീയമായതിനെ പകരുവാൻ ഇന്ന് രാത്രി സ്വർഗം ഇടയാക്കി തീർക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എത്ര പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നാലും, ഹല്ലേലൂയ, ഞാൻ എത്ര ഒരുക്കത്തോടെ വന്നാലും അത് പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്നും പ്രാപിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല. ഒന്നും ലഭിക്കത്തില്ല കേട്ടോ. ഇന്ന് രാത്രി വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ഒരു ദാഹത്തോടെ ദൈവസന്നിധിയിൽ ആയിരുന്നാട്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് തരുവാൻ വേണ്ടുവോളമുണ്ട്, സമൃദ്ധിയായുണ്ട്. പക്ഷെ അത് പ്രാപിപ്പാൻ നമ്മിൽ എത്ര പേർ ഒരുക്കത്തോടു കൂടി ആയിരിക്കുന്നു? ഹല്ലേലൂയ. എത്ര നല്ല ആഹാരമാണെങ്കിലും, എത്ര ശ്രേഷ്ഠകരമായ സദ്യയാണെങ്കിലും നാം വയറ് നിറച്ചുകൊണ്ട് വന്നാൽ ഒരു തരി പോലും നമുക്ക് തിന്നാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി വിശപ്പോടെ ദാഹത്തോടെ അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ ഹല്ലേലൂയ നിന്നെ നിറയ്ക്കുവാൻ എൻ്റെ കർത്താവ് ശക്തൻ തന്നെയാ. അവന്റെ സന്നിധിയിൽ അവന്റെ പക്കൽ നിനക്ക് വേണ്ടുന്നതൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരുക്കത്തോടു കൂടി ആയിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ, കർത്താവ് എനിക്ക് വേണ്ടത് ഹല്ലേലൂയ മറ്റാരുടെയും കാര്യം എനിക്കറിയത്തില്ലപ്പാ, പക്ഷെ ഇന്ന് രാത്രി എനിക്ക് വേണ്ടത് ഇന്ന് രാത്രി പകരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മെ നിറയ്ക്കുവാൻ ശക്തനാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്, ശക്തിയോടെ പ്രാർത്ഥിച്ചാട്. കർത്താവേ, എന്നെ നിറയ്ക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. ഓ റിബല ബൗസാര കദല വൈഡമാന രഗന്തേരികൾ ഘടക ശകനാരക ദീകലകന ഘടക സിയാരവശാന്ത യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉത്സവത്തിന്റെ ഒടുക്കലത്തെ ദിവസം, മഹാദിവസം എന്ന് പേർ വിളിച്ച ദിവസം, ആ പട്ടണത്തിൽ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വരാത്തവരും കൂടെ ഈ ഒടുവിലത്തെ ദിവസത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഭംഗി കാണാനും കാഴ്ച കാണാനും ഷോപ്പിംഗ് നടത്താനും ഹല്ലേലൂയ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന പെരുന്നാളായതുകൊണ്ട് ഹല്ലേലൂയ ഈ ഉത്സവത്തിൽ ഇതുവരെ കാണാത്ത പലരും വരും. ഹല്ലേലൂയ വല്ലപ്പോഴും ഒക്കെ അവരെ ഒന്ന് പരിചയം പുതുക്കാമെന്നൊക്കെ ചിന്തിച്ചു വന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അപ്പുറത്ത് ഒരു മനുഷ്യൻ നിന്ന് തൊണ്ട കീറുമാറുച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. ദാഹിക്കുന്ന
ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. ഹല്ലേലൂയ. അണിയിച്ചൊരുക്കിയ ദേവാലയത്തിലേക്ക് ദൃഷ്ടി വെച്ച് പോകുന്നവരുണ്ട്, ആലയത്തിന്റെ ഭംഗി കണ്ടു വന്നവരുണ്ട്, അവിടെ നടക്കുന്ന വാഞ്ചുമേളവും ഹല്ലേലൂയ മ്യൂസിക്കും കേട്ടു വന്നവരുണ്ട്, ഹല്ലേലൂയ അവിടുത്തെ ആൾക്കാരെ കണ്ടു വന്നവരുണ്ട്. ഹല്ലേലൂയ കർത്താവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യരെ കണ്ടു വന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അപ്പുറത്തുനിന്ന് ഈ മനുഷ്യൻ വിളിച്ചു പറയുക, ദാഹിക്കുന്നവനുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. അല്ലെങ്കിൽ കാഴ്ച കാണാൻ വന്നവർ ഇങ്ങോട്ട് വരണ്ട, അല്ലെ ഭംഗി കാണാൻ വന്നവർ വരണ്ട, അല്ലെങ്കിൽ യാഗം കാണാൻ വന്നവർ വരണ്ട, ആലയത്തിന്റെ ഭംഗി കാണാൻ വന്നവർ വരണ്ട, പാട്ട് കേൾക്കാൻ വന്നവർ വരണ്ട. അല്ല ഇന്ന് രാത്രി അല്ലെങ്കിൽ ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വാ, നിനക്ക് സൗജന്യമായി നൽകുവാൻ എൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. സൗജന്യമായി ഇന്ന് രാത്രി നിന്റെ ദാഹത്തെ മാറ്റുന്ന, നിന്റെ വിശപ്പിനെ മാറ്റുന്ന, നിന്റെ അവസ്ഥകളെ മാറ്റുന്ന, നിന്റെ പരിസ്ഥിതികളെ മാറ്റുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാഴ്ച കാണുന്നവനത് പ്രാപിക്കാൻ കഴിയത്തില്ല. എത്രയോ പേര് അതുവഴി കടന്നുപോയപ്പോൾ ഹല്ലേലൂയ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാകും. പലരും പരിഹസിച്ചു പോയിട്ടുണ്ടാകും, പലരും ചിരിച്ചു തള്ളിയിട്ടുണ്ടാകും. എന്നാൽ അവന്റെ അടുക്കൽ വന്ന ഒരുത്തനും നിരാശയോടെ മടങ്ങിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉപവാസത്തിന്റെ അവസാന രാത്രിയാണ്. ഹല്ലേലൂയ. ഈ മാസത്തിന്റെ അവസാന രാത്രിയാണ്. നാളെ ഒരു പ്രഭാതം നമ്മളിൽ എത്ര പേർക്കുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ഇന്നും അനിശ്ചിതത്വത്തിൽ നിൽക്കുക. ഒന്ന് നമ്മുടെ മരണം, രണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ്. ഹല്ലേലൂയ. ഇത് രണ്ടും ഏത് നിമിഷവും സംഭവിക്കാം. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. അല്ല കർത്താവ് എപ്പോൾ വരുമെന്നും നമുക്കറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവാണോ ആദ്യം, അതോ നമ്മുടെ മരണമാണോ എന്നറിയത്തില്ല. ഇന്ന് രാത്രി കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി കർത്താവിന്റെ പ്രാണനെ ചോദിച്ചാൽ, ഹല്ലേലൂയ ഒന്ന് ഉറപ്പിച്ചോണ്, ഞാൻ എന്റെ ദാഹം മാറിയവനാ, എന്റെ അകത്തുനിന്നൊരു ജീവന്റെ ജലത്തിന് നദി ഒഴുകുന്നുണ്ട്, എനിക്ക് നിത്യത ഉറപ്പാണ്. In the mighty name of Jesus Christ. Hallelujah, hallelujah, hallelujah. പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ നല്ല രാത്രിക്ക് നന്ദി. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ആ ജീവജലത്തിൻ്റെ ഉറവിൻ്റെ പക്കലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരികയാണ്. അപ്പാ, ഞങ്ങളുടെ ദാഹത്തെ എവിടെ നിന്ന് മാറ്റണമേ കർത്താവേ. മനുഷ്യൻ തന്നാൽ അതിനൊരു പരിധിയുണ്ട്. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഞങ്ങളുടെ ദാഹം മാറ്റാൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഞങ്ങളുടെ വിശപ്പിനെ മാറ്റാൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഞങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി അപ്പാ, നിന്റെ ഒരു വാക്ക് മതി ഞങ്ങളുടെ അവസ്ഥകൾ മാറുവാ, ഞങ്ങളുടെ മരണം മാറാ, ഞങ്ങളുടെ ജീവിതം മാറാ. കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ കാതുകളിൽ അപ്പന്റെ ശബ്ദം മുഴങ്ങട്ടെ. വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തണമേ. ആത്മീക മർമ്മങ്ങൾ ഗ്രഹിപ്പിക്കണമേ. മാനുഷിക ചിന്തകളോ അഭിപ്രായങ്ങളോ ഞങ്ങൾക്ക് വേണ്ടപ്പാ. സകല മാനുഷിക ബുദ്ധികളെയും സകല മാനുഷിക ചിന്തയെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. നീ വചനത്തിന്റെ ആഴത്തിലുള്ള മർമ്മങ്ങൾ വെളിപ്പെടട്ടെ. സ്വർഗം വൻ കാര്യങ്ങളെ ചെയ്യണം. അപ്പാടിയനെ അപ്പന്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അപ്പന്റെ ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തണം. അപ്പന്റെ നാവാക്കി തുറക്കണം. മഹത്വമെല്ലാം അപ്പൻ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനോഹരമായ രാത്രി ഹല്ലേലൂയ, സമയത്തിൻ്റെ പരിമിതികൾ നമ്മുടെ മുമ്പാകെയുണ്ടല്ലോ. എന്നാൽ പരിമിതികൾക്ക് അതീതനായ നമ്മുടെ കർത്താവിനെ വളരെ പ്രാർത്ഥനയോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധാനമായിരിക്കാം. അല്പസമയത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിച്ച് മുമ്പോട്ട് കടന്നു പോകാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം, അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം. The book of Colossians chapter 1 verse 10 to 13.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ലേഖനമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അത്ഭുതങ്ങളെക്കുറിച്ചും അതിശയങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള മെസ്സേജുകളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും നമുക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങളുടെ അടയാളങ്ങളൊക്കെ ആർക്കുള്ളതാ? അത് ജാതിയൊക്കെയുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോഴും അത്ഭുതത്തെ പിടിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ നടക്കട്ടെ, അതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഓർക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ദൈവസഭയ്ക്കകത്ത് വേണ്ടത് ഒരുക്കമാണ്. ഹല്ലേലൂയ. നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത് എന്തോത്തിനൊക്കെയാ? എന്തിനെയൊക്കെയാണ് നമ്മൾ അത്ഭുതം എന്ന് വിളിക്കുന്നത്? രോഗസൗഖ്യം, പിന്നെ സാമ്പത്തിക വിടുതൽ, പിന്നെ നമുക്ക് ജോലി വിടുതൽ, ഇതിനെയൊക്കെയാണ് നമ്മൾ അത്ഭുതങ്ങളെന്നും വിടുതലെന്നും ഒക്കെ പറയുന്നത്, അല്ലേ? ഇതിലെത്രയാണ് നമ്മുടെ ആത്മീക വർധനവിന് ഉതകുന്നുണ്ട്? പറ. ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മുടെ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടുന്ന ചില സാഹചര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അല്ലെങ്കിൽ കർത്താവ് നമ്മളെ വിളിച്ചത് ഈ വിടുതലിനകത്ത് ഒതുങ്ങി നിൽക്കാനല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? നിത്യതയ്ക്ക് വേണ്ടിയാ. അതുകൊണ്ട് ഭക്തന്മാർ ആഗ്രഹിച്ചത് രോഗസൗഖ്യമായിരുന്നില്ല, പിന്നെ അതിനേക്കാൾ അപ്പുറമായി എന്തോ ആഗ്രഹിച്ചു? പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, മരിച്ചാൽ എനിക്കത് ലാഭം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മരണം എന്താണ്? നഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തന് മരണം എന്താണ്? ലാഭമാ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ എത്രയും വേഗം ചേർക്കപ്പെടാമെന്നുള്ളത്. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ഭക്തന്റെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ആശ, കർത്താവെ ഈ യാത്ര പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു എന്നാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യാത്രയുടെ ദൂരം കൂടുന്തോറും പിറുപിറുപ്പ് കൂടുമെന്നേ. അല്ലെങ്കിൽ യാത്രയുടെ ദൂരം കൂടുന്തോറും ഭാരങ്ങൾ വർദ്ധിക്കുമെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നിന്ന് കൊട്ടാരക്കര വരെ പോകുമ്പോൾ നമ്മൾ എന്തോ എടുക്കും? സഹോദരിമാരുടെ ഒരു വാനിറ്റി ബാഗ്, സഹോദരന്മാരുടെ കൂടിപ്പോയാൽ ഒരു പേഴ്സും ഒരു മൊബൈലും. ഇതിൽ കൂടുതലൊന്നും എടുക്കത്തില്ല. കാരണം കൊട്ടാരക്കര പോയിട്ട് വരാൻ വേണ്ടി അതിൽ കൂടുതലൊന്നും ആവശ്യം ഇല്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഡൽഹി വരെ പോകുവാണെങ്കിലോ ഒരു സൂട്ട് കേസ് വേണം, പിന്നെ അല്ലെങ്കിൽ ഒരു ഷോൾഡർ ബാഗ് വേണം. ഹെവി ആണെന്നേ, ഭാരം കൂടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ യാത്രയുടെ ദൂരം കൂടുന്തോറും നിന്റെ ഭാരങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ കർത്താവിന്റെ ദാസനായ മോശ പറഞ്ഞത്, മനുഷ്യന്റെ ആയുസ് എത്ര വരെയാ നിജപ്പെടുത്തിയിരിക്കുന്നത്? 7-10, ഏറെയായാൽ 80. പിന്നെ അതിന്റെ മഹത്വം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? വലിയ പ്രയാസമാണ്. ഈ 70 വർഷമൊക്കെ പോകുന്ന വലിയ പ്രയാസമാ, വലിയ ബുദ്ധിമുട്ടാ. ഈ ദിവസങ്ങളിൽ ഉള്ള ആയുസ് മതിയെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി കർത്താവ് വിളിച്ചാലും അല്ലെങ്കിൽ കർത്താവ് ഞാൻ റെഡിയാണെന്ന് പറയാൻ ഇന്ന് രാത്രി ഇവിടെ എത്ര പേരുണ്ട്? കർത്താവ് ഇത്രയൊക്കെ മതി, ഞാൻ തയ്യാറായിരിക്കും, എന്റെ പെട്ടി എപ്പോഴും പാക്ഡാ, കർത്താവ് നീ വിളിച്ചാൽ വരുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എത്ര പേരുണ്ട്? ഇപ്പോഴും നമ്മൾ ഭാരത്തോടിരിക്കുകയല്ലേ? ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ കർത്താവ് ഒരു അവസരോട് തന്നാൽ അല്ലെങ്കിൽ അതും ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന് സാരം ഇത്ര മാത്രമാണ്. ഹല്ലേലൂയ. ദൈവത്വ വചനത്തിൽ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ 3 ഭാഗങ്ങളാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഭാഗങ്ങൾ. ഹല്ലേലൂയ സുവിശേഷങ്ങൾ, ഹല്ലേലൂയ പ്രവർത്തികളുടെ പുസ്തകം, ഹല്ലേലൂയ ലേഖനങ്ങൾ, വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഈ 4 ഭാഗങ്ങളിൽ ഹല്ലേലൂയ യേശു കർത്താവിൻ്റെ ജീവചരിത്രമാണ് ഹല്ലേലൂയ സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവസഭയുടെ ആരംഭവും ദൈവസഭയുടെ പ്രവർത്തനവുമാണ് ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഓരോ സഭകളോടുള്ള ഉപദേശമാണ്. ഹല്ലേലൂയ
വെളിപ്പാടിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വരുവാനുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകളാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള വിഷയം ലേഖനങ്ങളിൽ നിന്നുള്ള പഠനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു ദൈവദാസനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവദാസനെ വിളിക്കുന്ന പേര് ഉപദേഷ്ടാവ് എന്ന, ടീച്ചർ. ഹല്ലേലൂയ. പാസ്റ്ററും ടീച്ചറും അല്ലെ ഒരാളാണ്. കാരണം ദൈവസഭയ്ക്ക് വേണ്ടത് പ്രസംഗങ്ങളെക്കാൾ അപ്പുറമായി പഠിപ്പിക്കലുകളാണ്. ഹല്ലേലൂയ. കാരണം ഇവിടെ നിന്നൊരു ട്രെയിനിങ് ആവശ്യമാ. ഹല്ലേലൂയ. എന്തിനാ ദൈവസഭയ്ക്കകത്തൊരു പഠിപ്പിക്കൽ? ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിൽ ഹല്ലേലൂയ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ആലയത്തിനകത്ത്. ഹല്ലേലൂയ. അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഹല്ലേലൂയ ലേഖനങ്ങളിലൂടെയാ. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള ഹല്ലേലൂയ ലേഖനകർത്താക്കൾ ഹല്ലേലൂയ ദൈവസഭകളുടെ ഹല്ലേലൂയ ക്രമമായ നടത്തിപ്പിനെ കുറിച്ച്, ദൈവ മക്കളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ ലേഖനങ്ങൾ നന്നായി വായിച്ച് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലതും നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അല്ലെ മനസ്സിലാകാത്ത ദൈവദാസന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം, അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കണം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തീകരിക്കേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനെ പോലെ തിമോഥെയോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ചട്ടപ്രകാരം ഓടണം, ചട്ടപ്രകാരം പോരാടണം, ചട്ടപ്രകാരം മല്ല് പിടിക്കണം. പക്ഷെ നമ്മൾ എപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു കാര്യം, ഇതൊക്കെ ശരിയാ, എന്താണ് ഈ ചട്ടം? അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അത് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. വേഗത്തിൽ വായിച്ച വാക്യത്തോട് നീതി പുറത്തിക്കൊണ്ട് വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ അനേക ലേഖനങ്ങളിൽ ഏകദേശം 13ഓളം ലേഖനങ്ങൾ താൻ എഴുതിയെങ്കിൽ ഹല്ലേലൂയ അതിൽ നിന്ന് മിക്കവാറും എല്ലാ ലേഖനങ്ങളും ഹല്ലേലൂയ താൻ സ്ഥാപിച്ചതോ താൻ മൂലം സ്ഥാപിക്കപ്പെട്ടതോ ആയ ഹല്ലേലൂയ അനേക ദൈവസഭകളുള്ള ദൈവിക ആലോചനകളായിരുന്നു. എന്നാൽ ഹല്ലേലൂയ താൻ സ്ഥാപിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ താൻ കേട്ടുമാത്രം അറിഞ്ഞിട്ടുള്ള ഒരു ദൈവസഭയാണ് കൊലോസിയിലെ ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സഹഭൃത്യനും ഹല്ലേലൂയ തൻ്റെ കൂട്ടുവേലക്കാരനുമായ എപ്പഫ്രാസിലൂടെ ഹല്ലേലൂയ സ്ഥാപിക്കപ്പെട്ട ഒരു ദൈവസഭയാണ് കൊലോസിയിലെ ദൈവസഭ. ഹല്ലേലൂയ. ആ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് താൻ റോമിലെ ജയിലിലായിരിക്കുമ്പോൾ കേട്ടറിഞ്ഞ വിഷയങ്ങൾ തൻ്റെ ഹൃദയത്തെ ഒത്തിരി സന്തോഷിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സന്തോഷത്തിൽ ദൈവസഭയോട് ചില കാര്യങ്ങൾ അറിയിക്കണമെന്നുള്ള തൻ്റെ ആത്മഭാരത്തോടുകൂടെ താൻ എഴുതിയ ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. അതിനെക്കുറിച്ച് അധിക മുഖവരുകളൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൊലോസിയിലെ സഭയെക്കുറിച്ച് പൗലോസ് കേട്ട ചില കാര്യങ്ങൾ എങ്ങനെയാണ്? അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കേട്ട വർത്തമാനം എന്തൊക്കെയാ? ഉറക്കപ്പറ. ഒന്ന്, അവരുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. 2, വിശുദ്ധന്മാരോടുള്ള അവരുടെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിച്ചു മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഇതര സഭകളിൽ പോയി അല്ലെ പുത്തൂർ ദൈവസഭയെക്കുറിച്ച് ചോദിച്ചാൽ അവരെന്തോ അഭിപ്രായം പറയും? നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമോ? നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് പറയുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി ചിന്തിക്കണം. ഹല്ലേലൂയ. ദേശത്തിറങ്ങുമോ ദേശം പറയണം, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ പറയണം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ സ്നേഹത്തെക്കുറിച്ച്. ഹല്ലേലൂയ. ഓരോ സഭായോഗം കഴിയുമ്പോഴും ഹല്ലേലൂയ ഓരോ കമ്മിറ്റി മീറ്റിംഗ് കഴിയുമ്പോഴും ചുറ്റുപാട് പറയരുത് അവിടെ നിന്ന് അടിയുണ്ടായല്ലോ എന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല സഭകളിലും ഹല്ലേലൂയ പല സാഹചര്യങ്ങളും കേൾക്കുന്നത് അങ്ങനെയൊക്കെയാ. സഭയിലെ ഗ്രൂപ്പിസത്തെക്കുറിച്ചും ഹല്ലേലൂയ 4 പേര് കൂടുമ്പോൾ സഭയിൽ നടന്ന അടിയെക്കുറിച്ചും കമ്മിറ്റിയെക്കുറിച്ചും ഹല്ലേലൂയ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ
ഇതൊക്കെയാ പലരും ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തോണം. കർത്താവേ, മറ്റ് സഭകളെ കുറിച്ച് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷെ ഈ ദൈവസഭയെക്കുറിച്ച് ദേശത്തറിയപ്പെടേണ്ടത് വിശ്വാസമുള്ള സഭയാ, ഐക്യതയുള്ള സഭയാ, സ്നേഹമുള്ള സഭയെന്ന് മറ്റുള്ളവർ സാക്ഷ്യം പറയണമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൊലോസിലെ ദൈവസഭയെക്കുറിച്ച് പൗലോസ് കേട്ടത് എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ എടുത്തു പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, മറ്റ് പല ദൈവസഭകൾക്കും പൗലോസ് ലേഖനം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കൃപാവരങ്ങളിൽ ഒട്ടും കുറവില്ലാത്തൊരു സഭയുണ്ടായിരുന്നു. ഏത് സഭയാ? ആ കൊരിന്തിലെ സഭ. പക്ഷെ പുള്ളി കേട്ടതൊന്നും നല്ലതൊന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപാവരത്തിന്റെ ഉപയോഗം കൊണ്ട് നമ്മുടെ സഭ നല്ലതാകുമെന്നൊന്നും ചിന്തിക്കരുത്. ഹല്ലേലൂയ. കടിച്ചാ പൊട്ടാത്ത അന്യഭാഷ കൊണ്ട് നമ്മുടെ സഭ നന്നാകത്തില്ലെന്ന്. ഹല്ലേലൂയ. എല്ലാവരും പ്രവചിച്ചാലും ദൈവസഭ ശരിയാകത്തില്ലെന്ന്. ഹല്ലേലൂയ. ജീവിതമാ ശരിയാകേണ്ടത്. അത് കഴിഞ്ഞിട്ടാ ബാക്കിയൊക്കെ ശരിയാക്കണ്ടേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മറക്കല്ലേ. ഹല്ലേലൂയ. കൊലോസിലെ ദൈവസഭയെ കുറിച്ച് കേട്ടറിഞ്ഞത് പൗലോസിനെ ഇത്ര സന്തോഷിപ്പിച്ച കാരണം അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരത, രണ്ട്, അവർക്ക് വിശുദ്ധന്മാരോടുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവസഭകളിൽ ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്നേഹമുണ്ടോ? അത് കേട്ടപ്പോഴേ പലരും ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളോടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വേണ്ട. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ പറയുമല്ലോ, ഈ അണ്ടിയോട് അടുക്കുമ്പോഴേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ര തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ വല്ലപ്പോഴും വരുന്ന ദൈവദാസന്റെ മുമ്പിൽ ഞങ്ങളുടെ സഭയുടെ കുറവുകൾ പറയാൻ ഞങ്ങൾക്ക് എന്നാ മോശമൊന്നുമല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ അവസ്ഥകളൊന്നും മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൽ തികഞ്ഞു വരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളെല്ലാവരും ദൈവത്തെ അറിയുന്നവരാണ്, ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്നവരാ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാ. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സഹോദരനെ സ്നേഹിക്കാത്തവൻ ആരും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പ്രവചനം പറയാറുണ്ട്. ചില സമയത്തൊക്കെ ദൂതൊക്കെ മകനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൂതൊക്കെ വെളിപ്പെടുന്നത് ശരിയാ, എല്ലാം നല്ലതാ. പക്ഷെ മറക്കരുത്, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നവനോട് മിണ്ടിയിട്ട് കാലം കുറയായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവരോട് എന്തെങ്കിലും പറയണമെങ്കിൽ വേറെ പലരിലും ദൂത പറഞ്ഞ കാലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും ദൈവത്തിന് പ്രസാദമുള്ള വിഷയമല്ലെന്ന് മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. പറഞ്ഞു വന്നത് ഇത്ര മാത്രമാ. ഈ വിഷയങ്ങളെ കുറിച്ച് പൗലോസ് കേട്ട പൗലോസിന് ഒത്തിരി സന്തോഷം. ഹല്ലേലൂയ. ദൈവസഭയുടെ സ്നേഹം, ആ നിലനിൽപ്പ്. അത് മാത്രവുമല്ല, അല്ലെങ്കിൽ താഴേക്ക് വായിക്കുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ഈ സുവിശേഷം സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വർദ്ധിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ ഇടയിലും എന്തോ ചെയ്യുന്നുണ്ട്? വചനം ഫലം കായ്ക്കുന്നുണ്ട്. ഓഹ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓർക്കണേ, ഈ വചനം കേട്ട് നമ്മളൊരു വാക്യം പറയല്ലോ, എന്തോ വചനം കേട്ട്, എബ്രായ ലേഖനം, വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായിരിക്കാതെ അതിനെ എന്തോ ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിനെ ചെയ്തുകൊണ്ടിരിക്കണം. പ്രാക്ടിക്കലി നമ്മൾ എത്ര പ്രസംഗം കേൾക്കുന്നവരാ, ഹല്ലേലൂയ. പക്ഷെ പ്രസംഗം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ പൗലോസ് പറയുന്ന ഒരു കാര്യം, കൊലോസ്യ സഭയെ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന വചനം എന്തോ വരുത്തുന്നുണ്ട്, ആ ഫലം കായ്ക്കുന്നുണ്ടെന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. പത്രോസല്ല, യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമൊന്നും
വേറെ ഇല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര വലിയൊരു അനുഭവമാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. പ്രിയ ദൈവദാസൻ ഈ സഭയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ താൻ പറയുന്ന, താൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളിൽ ഫലം കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എത്ര സന്തോഷം ഹല്ലേലൂയ ആ ഇടയനുണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ വചനം അകത്തു വേരൂന്നി അത് വളർന്ന് അത് നല്ല ഫലം കായ്ക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ചെറുതൊന്നും അല്ലെന്നേ. ഹല്ലേലൂയ. വേഗത്തിൽ പോകട്ടെ. അപ്പോ പറഞ്ഞു വന്നത് അവരുടെ വിശ്വാസം, അവരുടെ സ്നേഹം, അവരുടെ വചനത്തിലുള്ള നിലനിൽപ്പ്, അവരുടെ ഫലം കായ്ക്കുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ കേട്ടപ്പോൾ പൗലോസിന് ഭയങ്കര സന്തോഷം. പൗലോസ് പറഞ്ഞു, ഞാൻ ഇടപെടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു 5 പോയിന്റുകളാണ് പൗലോസോട് പറഞ്ഞത്. ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു 5 കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി 5 കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ അത് പറഞ്ഞു തീർത്ത് വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വേഗത്തിലോടി വരാം. പ്രൈസ് ദി ലോർഡ്. അതിന് 9ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ എന്നു മുതൽ, നിങ്ങളെക്കുറിച്ച് കേട്ട ആ നാൾ മുതൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് കേട്ട നാൾ മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൊലോസ്യയിലെ സഭയെ ഒരുപക്ഷെ ഈ എഴുത്തെഴുതിയത് അനേക നാളുകൾക്ക് ശേഷമായിരിക്കുക. ഒരു സൗകര്യം കിട്ടിയപ്പോഴാണ് ഒരുപക്ഷെ പൗലോസ് എഴുതിയത്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ എഴുത്തെഴുതിയപ്പോഴല്ല പ്രാർത്ഥിച്ചത്, പിന്നെ കേട്ട നാൾ മുതൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചതാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മറക്കരുത്. അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും നിലനിൽപ്പ് അനേകരുടെ പ്രാർത്ഥനയാ. ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത, നമ്മളെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ബലഹീനതയിലായപ്പോ, നാം രോഗികളിലായപ്പോ, നാം ഹല്ലേലൂയ കഷ്ടത്തിലായപ്പോ, ഹല്ലേലൂയ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്കും വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എവിടേക്കുള്ള ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമല്ലേ. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ നിലനിൽപ്പെങ്കിൽ ഇപ്പൊ നമുക്കൊരു തിരിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. വിശുദ്ധന്മാർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. കേട്ടറിയുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഓരോ വാർത്ത കാണും. കഴിഞ്ഞ ദിവസവും കേട്ടു, ഹല്ലേലൂയ, യുപിയിൽ ഒരു ദൈവദാസന് ഹല്ലേലൂയ കുറെ ട്രാക്റ്റുകളും ഹല്ലേലൂയ ചെറിയ ബൈബിളുകളുമായിട്ട് പിടിച്ചു, തന്നെ റിമാൻഡ് ചെയ്തു, ജയിലിലടച്ചു. ഹല്ലേലൂയ. കോടികളുടെ അഴിമതി നടത്തിയവർ, ഹല്ലേലൂയ കള്ളപ്പണം കൈകാര്യം ചെയ്തവർ, കൊലപാതകന്മാർ, ഹല്ലേലൂയ എന്തുമാത്രം വഷളത്തരം പ്രവർത്തിച്ചവർ, ഹല്ലേലൂയ സ്വതന്ത്രമായി നടക്കുന്ന ഈ നാട്ടിൽ ഹല്ലേലൂയ സുവിശേഷം പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഹല്ലേലൂയ ജയിലിൽ അടയ്ക്കപ്പെട്ട അനേക ദൈവദാസന്മാരുണ്ട്. ഹല്ലേലൂയ. പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും അറിയപ്പെടുന്ന പലരും പുറത്തു വരാറുണ്ട്. പക്ഷേ ഇന്നും അറിയപ്പെടാതെ ജയിലറയുടെ അല്ലെങ്കിൽ ഇരുണ്ട കോണുകളിൽ കിടക്കുന്ന, ഒരു തെറ്റും ചെയ്യാത്ത അനേക നിഷ്കളങ്കരായ ദൈവദാസന്മാരുണ്ട്. പേരറിഞ്ഞില്ലെങ്കിലും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോട്ടെ, ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും അവരെയും കൂടെ ഓർത്ത് നാം പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേരറിയണ്ട, നാളറിയണ്ട, പക്ഷെ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെ നമ്മുടെ കടമയാ. വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ പോകട്ടെ. പ്രാർത്ഥനയുടെ 5 പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, ഹല്ലേലൂയ, അവിടെ താൻ പറഞ്ഞിരിക്കുന്ന വിഷയം ഇങ്ങനെയാണ്. അതിന്റെ 10ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഒരു നിമിഷം നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ വാക്യത്തിൽ 3 പ്രാർത്ഥനാ വിഷയങ്ങളാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. എന്തൊക്കെയാ 3 വിഷയങ്ങൾ? ഒന്നാമത്തേത്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ പ്രാർത്ഥന, കർത്താവേ, ഈ ദൈവമക്കൾ ദൈവഹിതപ്രകാരം നടക്കണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. വാക്ക് in the manner worthy of the Lord. Praise the Lord. ദൈവത്തിന് പ്രസാദമാകുന്ന ഒരു നടപ്പ് അവരിൽ നിന്നുണ്ടാകണം. എന്താ പൗലോസ് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം? ഹല്ലേലൂയ. അവർ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാ, അവർക്ക് സ്നേഹമുണ്ട്, പിന്നെ ഹല്ലേലൂയ അവര് വചനത്തിൽ വേരൂന്നി ഫലം കായ്ക്കുന്നവരാ. പക്ഷെ അവിടെയും പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ അങ്ങയുടെ പൂർണ്ണ പ്രസാദത്തിന് ഒത്തവണ്ണം നടക്കാൻ അവരെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ പൗലോസ് അങ്ങനെ പറയാനുള്ള കാരണം? ഹല്ലേലൂയ. മലാഖി പ്രവചനത്തിലേക്ക് നമ്മൾ ഓടി വന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വേഗത്തിൽ പോകാം. മലാഖി പ്രവചനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് ഓടി വന്നാൽ അവിടെ ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ദൈവജനത്തോട് മലാഖി പ്രവചനം നമുക്കറിയാം, പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകത, മലാഖി പ്രവചനം പൂർത്തീകരിച്ചതിന് ശേഷം ഏകദേശം 300-400 വർഷങ്ങൾ, ഏകദേശം 3-4 നൂറ്റാണ്ടുകൾ മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിൽ എഴുന്നേറ്റിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. 100 പ്രവാചകന്മാർ ചെറുതും വലുതുമായി ഇസ്രായേലിൽ കാലാകാലങ്ങളിൽ ഈ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദീർഘനാൾ ദൈവശബ്ദം കേൾക്കാത്ത കാലം വേറെയില്ല. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. ദൈവശബ്ദം കേൾക്കാത്ത ഏകദേശം 3-4 നൂറ്റാണ്ടുകൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ ലേഖനത്തിൽ ദൈവം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഈ പ്രവചന പുസ്തകത്തിൽ കർത്താവ് ചില പരാതികളാ തൻ്റെ ദാസനായി മലാഖിയിലൂടെ ദൈവജനത്തിലേക്ക് എത്തിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ പ്രാരംഭ ഭാഗത്ത് കർത്താവ് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു ചോദ്യമാണ്, യു കോൾ മീ ആസ് ഫാദർ, യു കോൾ മീ ആസ് ലോർഡ് ആൻഡ് മാസ്റ്റർ. നിങ്ങൾ എന്നെ എന്തൊക്കെ വിളിക്കുന്നു? അപ്പാ, പിതാവേ എന്ന് വിളിക്കുന്നു. 2, നിങ്ങൾ എന്നെ എന്തോ വിളിക്കുന്നു? യജമാനനെ, കർത്താവേ എന്ന് വിളിക്കുന്നു. കർത്താവിൻ്റെ ചോദ്യം, യെസ്, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അപ്പനാണ്, നിങ്ങളുടെ യജമാനാണ്, നിങ്ങളുടെ കർത്താവാണ്. പക്ഷെ ചോദ്യം ഇതാണ്, അപ്പനാണെങ്കിൽ ഹല്ലേലൂയ ആവശ്യം വരുമ്പോൾ മാത്രം വന്ന് കൈനീട്ടാനുള്ളവനാണോ ഞാൻ? എന്നോടുള്ള ബഹുമാനം എവിടെ? പ്രൈസ് ദി ലോർഡ്. ഒരപ്പൻ നമ്മുടെ ആവശ്യം നടത്തി തരാൻ മാത്രമുള്ളവനാണോ? പിന്നെ ഹല്ലേലൂയ, അപ്പൻ നമ്മുടെ സൃഷ്ടിതാവാ. ഒന്നും ചെയ്തെങ്കിൽ അപ്പന് കൊടുക്കേണ്ട ബഹുമാനം, അവന് കൊടുക്കേണ്ട ഗൗരവം കൊടുക്കണമെന്ന് നമ്മൾ എത്ര പേര് അത് കൊടുത്ത് ആരാധിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. വന്നിരുന്ന് പാട്ടിനനുസരിച്ച് കൈയടിക്കും, അവസാനം 4 അന്യഭാഷ പറയും, സ്തോത്രം പറയും, പ്രാർത്ഥിക്കും, പോകും. ഹല്ലേലൂയ. ഒരാവശ്യമുണ്ടെങ്കിൽ കരയും, കണ്ണുനീരൊഴുകും, അപ്പാ 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 എന്ന് വിളിക്കും. പക്ഷെ ആവശ്യം കഴിഞ്ഞാലോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഗവൺമെൻറ് ഓഫീസുകളിൽ പല ആവശ്യങ്ങൾക്ക് പോയിട്ടില്ലേ? പോകുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഫയൽ മുമ്പോട്ട് നീങ്ങണമെങ്കിൽ നിങ്ങൾ ആദ്യം ആരെയാണ് കാണുന്നേ? വില്ലേജ് ഓഫീസിൽ പോയി ആദ്യം വില്ലേജ് ഓഫീസറെ കണ്ടാൽ നിങ്ങളുടെ ഫയൽ മുമ്പോട്ട് പോവുമോ? ഇല്ല. ആദ്യം ആരെ കാണണം? പിയൂണിനെ കാണണം. പിയൂണിനെ കാണുമ്പോൾ പിയൂണിനെ നിങ്ങൾ എന്തോ വിളിക്കുന്നേ? സാറേ അല്ലേ? ലാസ്റ്റ് ഗ്രേഡിലുള്ള ജോലിക്കാരനാ അല്ലേ? വിളിക്കാരന് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, പക്ഷെ നമ്മളെന്തോ വിളിക്കുന്നത്? സാറേ എന്ന്. നിങ്ങൾ എത്ര പേര് ബഹുമാനത്തോടൊരു പിയോണിനെ സാറേ എന്ന് വിളിച്ചിട്ടുണ്ട്? പുള്ളിയെ സാറേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അകത്ത് എന്തെങ്കിലും ബഹുമാനം തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ പുള്ളിയെ സാറേ എന്ന് വിളിച്ചേ? കാര്യം കാണാൻ.
കാരണം സാറേന്ന് വിളിച്ചില്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്തില്ല? പുള്ളി നമ്മുടെ കാര്യം നടത്തുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഇല്ലയോ? പുറത്തോട്ടിറങ്ങിയിട്ട് പുള്ളിയെ നമ്മൾ വിളിക്കുന്ന പേര് മറ്റു പലതുമാ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവൻ്റെ ഒരു ഗമ, അവൻ സാറേന്ന് വിളിച്ച. പ്രൈസ് ദി ലോർഡ്. പുള്ളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് തന്നല്ലേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്നേ? ഇത് തന്നല്ലേ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്നേ? കാര്യം കാണാൻ വന്നിരുന്ന് നിലവിളിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അപ്പനോടുള്ള ബഹുമാനം കൊടുക്കുന്ന എത്ര പേരുണ്ട്? അവൻ എൻ്റെ സൃഷ്ടിതാവാണ്, അവൻ എൻ്റെ അപ്പനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുമെന്ന് പറയാൻ അവന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് അവനെ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിച്ചു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും. പ്രൈസ് ദി ലോർഡ്. ചോദ്യം, ഇന്ന് രാത്രി കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? വെറുതെ കൈ ഉയർത്തല്ലേ. വിശ്വസിക്കുന്നുണ്ടോ? അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ അവന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. സെൻട്രൽ പാസ്റ്ററോ അല്ലെങ്കിൽ ഓവർസിയറോ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ പിന്നെ ഉറക്കം തൂങ്ങുകയല്ല. കാരണം എന്നാ? പുള്ളി കണ്ട എന്നാ പറയാ, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും വേണ്ട. ഇങ്ങോട്ടിരിക്കുന്ന ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ നമ്മുടെ ഇരിപ്പിന്റെ സ്റ്റൈലേ മാറുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. മാറത്തില്ലേ? മാറും. പക്ഷെ ഇതിനേക്കാൾ വലിയൊരു കണ്ണ് നമ്മളെ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ പലപ്പോഴും അശ്രദ്ധമായി, അലക്ഷ്യമായി, അലസമായിരിക്കുന്ന നമ്മളെ അല്ലെങ്കിൽ കർത്താവിന് എന്നാ വിളിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാ, ഹല്ലേലൂയ, എന്നോടുള്ള ബഹുമാനം എവിടെ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ മാസ്റ്റർ, യജമാനനെ, കർത്താവെ എന്ന് വിളിക്കുന്നു. നമ്മൾ ഒരു പ്രാർത്ഥന തീരുന്നതിന് 100 കർത്താവെ വിളിക്കും. പക്ഷെ ഒരു കർത്താവിന് പോലും വില കൊടുത്തിട്ടല്ല വിളിക്കുന്നത്. കാരണം ഇത് നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു പോയത് കൊണ്ട് പലപ്പോഴും നമ്മുടെ കർത്താവും ഹല്ലേലൂയയും ഒക്കെ എന്താണ്? ഗ്യാപ്പ് ഫില്ലറാണ്, അല്ലേ? വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ കർത്താവെ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ. കാരണം അടുത്തത് നമ്മളിങ്ങനെ മനസ്സിൽ തീരുന്നു, ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഫില്ലർ മാത്രമാണ് ഈ കർത്താവ് ഹല്ലേലൂയയും. അല്ലാന്ന് പറയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് ചോദിക്കുക, where is the respect, where is the honor ought to me? എനിക്ക് കൊടുക്കേണ്ടത് ബഹുമാനം എവിടെ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു തീരുമാനം, ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസം രാത്രി ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, നിന്നെ പൂർണ്ണ പ്രസാദത്തിനായി നിനക്ക് യോഗ്യമായി ഞാൻ നടക്കും. നിനക്ക് തരേണ്ട ബഹുമാനം ഞാൻ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്ത് വീണ്ടും കർത്താവ് ചോദിക്കുക, ഹല്ലേലൂയ. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മൾ ചോദിക്കുന്നോണം അവരും ചോദിച്ചു, എങ്ങനെയാ ഞങ്ങൾ നിനക്ക്? പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗത്തിൽ ഇങ്ങനെയാ കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ എന്തുവാ എനിക്ക് അർപ്പിക്കുന്നത്? മലിനഭോജനം. എന്താ മലിനഭോജനത്തിന്റെ പ്രശ്നം? അതിന്റെ താഴേക്ക് വായിച്ചാട്ടെ, അതിന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി. പ്രൈസ് ദി ലോർഡ്. വായിച്ചിട്ട് നമുക്കെന്നാ തോന്നുന്നു? നമുക്കെന്നാ ഫീൽ ആകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നൊരു ചോദ്യം, ആ റോഡിൽ അവിടെ ഇൻകുലാബാദ് സിന്ദാബാദ് വിളിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ നോക്കുക. അവൻ ആ പാർട്ടിയോടുള്ള കൂറും തീഷ്ണതയൊന്ന് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്ന അല്ലെങ്കിൽ BJP-ക്കാരനെ നോക്കുക, അവന്റെ കൂറും തീഷ്ണതയും നോക്കുക. പ്രൈസ് ദി ലോർഡ്. അവർക്കുള്ളതിൻ്റെ 4-1 കൂറ് നമുക്ക് ദൈവത്തോടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ഹല്ലേലൂയയും ഈ ആരാധനയും കൂടെ നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ അവർ നിങ്ങളെ പാർട്ടി പോലും എടുക്കില്ല, ഇറങ്ങിക്കോളാൻ പറയും. പ്രൈസ് ദി ലോർഡ്.
ഇതും കൊണ്ടാ സത്യജീവ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ വന്നിരിക്കുന്നേ. ഹല്ലേലൂയ. എന്തെങ്കിലും കൊടുത്തിട്ട് പോകാനല്ല നമ്മൾ ആലയത്തിൽ വരേണ്ടത്. ഗീവ് ദ ബെസ്റ്റ്. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും നല്ലതാ ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ പറയുന്ന പൈസയുടെ വിഷയമല്ല, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ നോട്ടിന്റെ കനത്തിന്റെ കാര്യമല്ല. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. മീഖാ പ്രവചനത്തിൽ പ്രവാചകൻ ചോദിക്കുന്നു, ഞാൻ എന്തൊന്നുകൊണ്ട് കർത്താവ് നിന്റെ സന്നിധിയിൽ വരണം? 1000 തൈലനദികൾ, 10,000 കോലാട്ടുകൊറ്റന്മാർ. കർത്താവ് പറയും, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട്, നിന്റെ പണമല്ല കർത്താവിന്റെ വിഷയം. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ അല്ല, വീടും തങ്ങളുടെ സകലതും വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് ജീവിക്കുവാനാ. അത് കർത്താവ് വളരെ വ്യക്തമായി മലാക്കി പ്രവചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവരെ പോഷിപ്പിക്കുവാനാ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ദശാംശം ആലയത്തിൽ കൊണ്ടുവരാൻ. കർത്താവിനല്ലത്. കർത്താവിന് വേണ്ടത് നമ്മളിൽ നിന്നാ. നമ്മുടെ ഹൃദയത്തിന്റെ ആട്. കർത്താവ് വായിലെ ജൽപ്പനങ്ങളിൽ പ്രസാദിക്കുന്ന ദൈവം അല്ല കേട്ടോ. നീ എത്ര ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുന്നു എന്നുള്ളതിന് മാർക്കിടാൻ അല്ല കർത്താവ് വന്നത്. നീ എത്ര നന്നായിട്ട് അന്യഭാഷ പറയുന്നു കേൾക്കാൻ അല്ല കർത്താവ് വന്നത്. The Lord watches over your heart. Praise the Lord. നിന്റെ ഹൃദയത്തെ നോക്കുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഹൃദയപ്രകാരം കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. വേഗത്തിൽ പോകട്ടെ, അവിടെ നിന്നാൽ അല്ല ഇന്ന് രാത്രി നമ്മുടെ സമയം അവസാനിക്കുമല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യം, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ. ഹല്ലേലൂയ. ആ വാക്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ വാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം, കർത്താവേ ഇവരെന്തോ ചെയ്യണം? പൂർണ്ണ പ്രസാദത്തിനായി ഹല്ലേലൂയ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. ഹല്ലേലൂയ. ദൈവമക്കളുടെ നടപ്പിനെ കുറിച്ച് ഒത്തിരി വിഷയങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒന്നും പറയാൻ നമുക്ക് സമയം പോരാ. എന്നാൽ ഒരു വാക്യം മാത്രം വായിക്കാം. അല്ലെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഫിലിപ്പിയരോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പി ലേഖനം 1:27. ആ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. അല്ല, എൻ്റെ ചോദ്യം നടപ്പിനെ കുറിച്ചൊക്കെ പറയും. എന്തിനാ നമ്മളിങ്ങനെ നടക്കുന്നേ? അത് മാത്രം പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ഇതൊക്കെ വിശദീകരിക്കാൻ പോയി ഇന്ന് നാളെ ഒന്നും തീരത്തില്ല. ഐ എം സോറി. അല്ലെ, എൻ്റെ തന്ന സമയം വേഗത്തിൽ അവസാനിക്കുകയാണേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വന്നാട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. എന്തിനാണ് നമ്മുടെ നടപ്പ് ശരിയായിരിക്കേണ്ടത്? ആ ആ ആ ആ ആ ആ അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. എന്തിനാ നമ്മുടെ നടപ്പ് നന്നായിരിക്കുന്നത്? അതിന്റെ മുമ്പിൽ പത്രോസ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടിട്ട് ജാതികൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളല്ല, നമ്മുടെ നടപ്പ് കണ്ടിട്ട്, നമ്മുടെ ജീവിതം കണ്ടിട്ട് ജാതികൾ പറയണം. എന്തോ പറയണം? പ്രൈസ് ദി ലോർഡ്. നാം വിശ്വസിക്കുന്ന ദൈവം മഹത്വമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആരെങ്കിലും പറയിപ്പിച്ചിട്ടുണ്ടോ? ബാബിലോണിൽ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണത്തിൽ, രാജാവിനെ പോലും ദൈവമായി ആരാധിക്കുന്ന പട്ടണത്തിൽ, ഹല്ലേലൂയ, വെറും ചെറിയ ബാലകന്മാരായ 3 പേര് എഴുന്നേറ്റ് നിന്നു.
അവരോട് രാജാവ് പറഞ്ഞു, അല്ലെ കൊമ്പുകുഴൽ നാദം കേൾപ്പിക്കുമ്പോൾ അല്ലെ മര്യാദയ്ക്ക് ഞാൻ നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചാൽ നിനക്ക് നന്ന, ഇല്ലെങ്കിൽ നിന്നെ എരിയുന്ന തീച്ചൂളയ്ക്കകത്തിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു എന്നാ റാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ ചെറുപ്പക്കാർ പറഞ്ഞ വാക്കിങ്ങനെയാണ്, അല്ല നെബൂഖദ്നേസരെ വേണമെങ്കിൽ കേട്ടോ. ഹല്ലേലൂയ. നെബൂഖദ്നേസർ എന്ന് പറഞ്ഞാൽ അല്ലെ മുട്ടിടിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ അല്ലെ ഒരു കഴിവോ യോഗ്യതയോ ഇല്ലാത്ത വെറും സാധാരണക്കാരായ 3 ബാലകന്മാർ എഴുന്നേറ്റ് പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ ബിംബത്തെ ആകട്ടെ നിന്നെ ആകട്ടെ നമസ്കരിപ്പാൻ തയ്യാറല്ല. ഓ, പ്രൈസ് ദി ലോർഡ്. പുള്ളി എന്ത് ഇവന്മാർക്ക് ഇത്രയും ധൈര്യം എവിടുന്നാടാ? ഹല്ലേലൂയ. നിനക്കറിയാമോ, ഞാൻ തീച്ചൂള 7 മടങ്ങ് കൂട്ടും, അകത്തിട്ട പൊള്ളി നാശമായി പോകും, ചത്തുപോകും കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണത്തെക്കുറിച്ച് പറയുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും സാരമില്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും, ഒരുപക്ഷെ വിടുവിച്ചില്ലേലും. ആഹാ, പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായൊരു ടെസ്റ്റ് മണി. പ്രൈസ് ദി ലോർഡ്. ചില മിനിറ്റുകൾക്ക് ശേഷം ഹല്ലേലൂയ, ബാബിലോണ്യ രാജാവായ നെബൂഖദ്നേസർ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തെ പോലൊരു ദൈവം വേറെ ഇല്ലെന്ന. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഹല്ലേലൂയ നല്ല നടപ്പിൽ ജീവിച്ചാൽ, അല്ലെ സുവിശേഷത്തിന് യോഗ്യമായി ജീവിച്ചാൽ, കർത്താവിന് യോഗ്യമായി നമ്മുടെ നടപ്പ് നല്ലതാണെങ്കിൽ ജാതികൾ പറയും അവരുടെ ദൈവമായ യഥാർത്ഥ ദൈവമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നടപ്പ് കണ്ട് ജാതികൾ പറയണം. ഹല്ലേലൂയ. ഏറ്റവും വലിയ സുവിശേഷം ട്രാക്ട് കൊടുക്കുന്നതല്ലെന്നേ, ഏറ്റവും വലിയ സുവിശേഷം തെരുവിൽ പോയിന്ന് പ്രസംഗിക്കുന്നതല്ലെന്നേ. നിങ്ങൾ ആരും എന്നോട് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു വഴക്കം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പബ്ലിക് മീറ്റിങ്ങിനെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നല്ലതാ. പക്ഷേ അവിടെ ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയത് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നന്നായി നടന്നാൽ, സുവിശേഷത്തിന് യോഗ്യമായി നടന്നാൽ, ദൈവഹിതപ്രകാരം നടന്നാൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുക. അനേകർ എൻ്റെ കർത്താവിനെ അറിയുവാനിടയായി തരും. അതിനേക്കാൾ ദൈവത്തിന് പ്രസാദം വേറെ എന്നതാ. ഹല്ലേലൂയ. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയം, ആദ്യത്തെ അല്ലെങ്കിൽ വിഷയം പറഞ്ഞത് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണം, നടക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? യു മസ്റ്റ് ബി ഫിൽഡ് വിത്ത് സ്പിരിച്വൽ വിസ്ഡം. ആത്മീക ജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണമെന്ന്, സ്വർഗീയ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ജ്ഞാനം നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് തപ്പി ബുദ്ധിമുട്ടുണ്ട. കാരണം ജെമിനായും ചാറ്റ് GPT ഉള്ളിടത്തോളം കാലം നമുക്ക് പണ്ടത്തതിൻ്റെ 1000 മടങ്ങ് സഹായമായിട്ടുണ്ട്. പണ്ടൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരു പ്രത്യേക ഒരു ഭാഗമായിരുന്നു, എന്തോന്ന്, ലെറ്റർ റൈറ്റിംഗ്. ഇപ്പോൾ ഉണ്ടോ സംഭവം? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഇല്ല. എന്താ കാര്യം? ഇപ്പം ലെറ്റർ എഴുതാൻ നമ്മുടെ ബുദ്ധിയുടെ ആവശ്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ ലെറ്റർ അതുപോലെ ഇഞ്ഞ് കിട്ടും, അഡ്രസ്സ് കൊടുത്താൽ അതുകൂടെ ചേർത്ത് കിട്ടും. ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രം മതി. അത്രമാത്രം ഈസിയായി മാറി ടെക്നോളജി. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ജ്ഞാനം ഇഷ്ടം പോലെ ഉണ്ട്, കടൽ പോലെ ഇങ്ങനെ കിടക്കുക. പക്ഷെ എൻ്റെ കർത്താവ് പറയും, നമുക്ക് ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് കാര്യമില്ല. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ എന്താണ്? ഭോഷത്വമാണ്. പ്രൈസ് ദി ലോർഡ്. The wisdom of this world is foolishness in the sight of the Lord. നമ്മൾ എത്ര സർട്ടിഫിക്കറ്റുകൾ, എത്ര PhD എടുത്തു വെച്ചാലും ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മളെ വിളിക്കുന്നൊരു പേരുണ്ട്, മൂഢൻ, ഭോഷൻ. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? നമ്മൾ എത്രമാത്രം പഠിക്കുന്നോ ഹല്ലേലൂയ, അതിനനുസരിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സ്കൂളിൽ പോകലും നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മുടെ ഈ ലോകത്തിലെ ജ്ഞാനം നമ്മളെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവുക ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടോ? ഈ നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പഠിപ്പില്ലാത്ത ഒരുത്തനെങ്കിലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? എല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡാ. പ്രൈസ് ദി ലോർഡ്. ലോജിക്കൽ റീസണിങ് കൊണ്ടിരുന്നപ്പോൾ യുവമാർക്ക് മനസ്സിലായി, ഓ ഇതൊന്നും ദൈവം ഇല്ല, ഒരു കുന്തവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ട് അവരിതെല്ലാം വിട്ടു. പെന്തക്കോസുകാർ വരെ ഉണ്ടെന്നേ, പാസ്റ്റർമാരുടെ മക്കളുണ്ടെന്നേ ഇന്ന് നിരീശ്വരവാദത്തിൽ. ഹല്ലേലൂയ. ഇന്നും പല മാതാപിതാക്കളും തലകുലുക്കും, ശരിയാ പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വളർന്നു വരുന്നുണ്ടോ ഓരോന്ന്. പ്രൈസ് ദി ലോർഡ്. ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജ്ഞാനത്തെക്കാൾ ദൈവിക പരിജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് കയറണം. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ പരിജ്ഞാനം? എന്താ വിവേകം? ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധനെ കുറിച്ചുള്ള അറിവ്. ദ നോളജ് ഓഫ് ദ ലോർഡ്, ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവ ഭയം നമ്മുടെ കുഞ്ഞുങ്ങളിൽ കയറണമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, ഹല്ലേലൂയ, ആ അറിവ് കൊടുക്കേണ്ടത് മൂക്കിക്കൂടെ പല്ല് വരുമ്പോഴല്ല, പിന്നെ ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അല്ലെങ്കിൽ വേഗത്തിൽ അല്ലെങ്കിൽ മുമ്പോട്ട് പോകട്ടെ. ഇവിടെ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമുണ്ട്. എന്തിനാണ് അല്ലെങ്കിൽ നാം ഈ പറയുന്ന സ്വർഗീയ ജ്ഞാനം പ്രാപിക്കേണ്ടത്? എന്തിനാ സ്വർഗീയ ജ്ഞാനം പ്രാപിക്കേണ്ടതിന് ആവശ്യകത? സ്വർഗീയ ജ്ഞാനം പ്രാപിച്ചവന് മാത്രമേ, സ്പിരിച്വൽ വിസ്ഡം ഉള്ളവന് മാത്രമേ ഒരു കാര്യം അറിയാൻ കഴിയത്തുള്ളൂ. എന്തോന്ന്? ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ദൈവഹിതം അറിയണമെങ്കിൽ ആ സ്വർഗീയ ജ്ഞാനം, സ്വർഗീയ വിവേകം പ്രാപിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ദൈവഹിതം അറിയാൻ കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. എന്താ ദൈവഹിതത്തിന്റെ പ്രത്യേകത? ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയാൻ എടുക്കാൻ സമയമില്ല. അല്ലെ റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവഹിതത്തിന്റെ പ്രത്യേകത എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അല്ലെ അടുത്ത വാക്യം. പ്രൈസ് ദി ലോർഡ്. ആ ആ ആ ആ ആ ഈ ലോകത്തിന് അനുരൂപമാകാതെ ആ ആ 3 കാര്യങ്ങളാണ് അവിടെ ദൈവഹിതത്തെക്കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാ? നന്മ, പ്രസാദം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. The perfect pleasing will of God. Praise the Lord. The good, perfect and pleasing will of God. ഇതാ ഹല്ലേലൂയ ദൈവഹിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവഹിതം അറിയണമെങ്കിൽ അല്ലെങ്കിൽ സ്വർഗീയ ജ്ഞാനം അകത്ത് കയറിയവന് മാത്രമേ അത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാ അല്ലെ പൗലോസ് പറഞ്ഞു, അത് അറിയാൻ എന്തോ ചെയ്യണം? ഒരു രൂപാന്തരം ഉണ്ടാകണമെന്ന്. ഹല്ലേലൂയ. അത് ഈ ലോകത്തിൻ്റെതായ രീതിയിലുള്ള രൂപാന്തരമല്ല, അകത്തൊരു വ്യത്യാസം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവഹിതം അറിയാൻ അകത്തൊരു രൂപാന്തരം ഉണ്ടാകണം, അകത്തൊരു വ്യത്യാസം ഉണ്ടാകണം. ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെന്നാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തോ ഉണ്ടാകണം? ഒരു വലിയ രൂപാന്തരം ഉണ്ടാകണം. എന്തുവാ ഈ രൂപാന്തരം? ഹല്ലേലൂയ. പറയാൻ സമയം വേഗത്തിൽ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. ഒരൊറ്റ ഉദാഹരണം പറയാം. ഹല്ലേലൂയ. നിങ്ങൾ ഈ പുഴുവിനെ കണ്ടിട്ടുണ്ടോ? പുഴു. പ്രൈസ് ദി ലോർഡ്. കാറ്റർപില്ലർ. പ്രൈസ് ദി ലോർഡ്. സാധനം നല്ല രസമല്ലേ കാണാനെ കൊണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് വീട്ടിലൊരു പുഴുവിനെ വളർത്തുന്നുണ്ട്? പെറ്റായിട്ടൊക്കെ. അബദ്ധവശാൽ ഒരു പുഴു കാണുമെന്ന് കയ്യെ പറ്റി നിങ്ങൾ എന്തോ ചെയ്യും? വറുത്ത് തിന്നു. ആരങ്ങനെ പറഞ്ഞു? അത് ഇവിടെ അല്ല, ചൈനയിലൊക്കെ ഇല്ലേ പുഴുവിനെ വറക്കുന്നേ. എന്തോ ചെയ്യും? അതിനെ കുടഞ്ഞു കളയുന്ന മാത്രമാണോ? പിന്നെ ചവിട്ടി അരച്ചങ്ങളെ കാണുമ്പോഴേ നമുക്കൊരു അറപ്പാ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പുഴുവങ്ങാണം തൊട്ടാ നന്നായിട്ട് ചൊറിയും. പ്രൈസ്. അതുകൊണ്ടല്ലേ നമുക്ക് ഇഷ്ടമില്ലാത്തത്. കാണാനൊരു ലുക്കുണ്ടോ? അതും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ചെടിയിലെങ്ങാണം വന്നിരുന്നാലോ അത് തിന്ന് നശിപ്പിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ സാധനത്തെ വളരാൻ നമ്മൾ വിടുകയല്ല. പ്രൈസ് ദി ലോർഡ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. അനേകർക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നവരാണ്. നമ്മുടെ വർത്തമാനവും നമ്മുടെ പെരുമാറ്റവും ഒക്കെ അനേകർക്ക് ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ?
നമ്മളെ കണ്ടാൽ ഇഷ്ടമില്ലാതെ എത്രയോ പേരുണ്ടായിരുന്നു ഇല്ലേ? നമ്മളെ ഒന്ന് അരച്ച് കലക്കി കൊടുത്താൽ ഒറ്റ വലിക്ക് കുടിക്കാൻ കാത്തിരുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുന്ന ഈ പുഴു ഒരു ഉപവാസം ഇരിക്കാൻ തീരും. ഒരു 21 ദിവസം അങ്ങ് ഉപവാസം ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് തോന്നുന്നു പ്യൂപ്പ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുല്യ അതിനകത്ത് കയറി അങ്ങ് ഇരുന്നു. കഥ കടച്ച് അതിനകത്തങ്ങിരുന്നു കുറച്ച് ദിവസം. പുറത്തു വന്നത് ആരായിട്ടാണെന്നറിയാമോ? പഴയ പുഴുവല്ല പുറത്തു വന്ന, പിന്നെ ഒരു പൂമ്പാറ്റയാ പുറത്തു വന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മളിൽ പലരും പുഴുക്കളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ സന്നിധിയിൽ വന്നതിന് ശേഷമാണ് പല രൂപാന്തരവും ഉണ്ടായത്, പല സ്വഭാവവും മാറിയത്. പക്ഷെ ഇപ്പോഴും പലതും വിട്ടിട്ടില്ലെന്ന് ഹല്ലേലൂയ നമുക്ക് തന്നെ അറിയാം. ഈ ദിവസങ്ങൾ പലതിനെയും വലിച്ചം കളഞ്ഞേക്കണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ രാഗമോഹങ്ങളോടുകൂടെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞേക്കണം. ഒട്ടും വെച്ചേക്കരുത്. ആ പഴയ സ്വഭാവം ഒന്നും വേണ്ട. പൂർണ്ണമായൊരു മാറ്റം ഉണ്ടാകണം, ഒരു രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരപ്പെട്ടവന് മാത്രമേ അല്ലെങ്കിൽ എന്തോ വെളിപ്പെടത്തുള്ളൂ? ദൈവഹിതം വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയുന്നല്ലോ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരിക്കൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കർത്താവ് ഈ പരിജ്ഞാനം എനിക്ക്, കാരണം കർത്താവ് ഇതെന്റെ ബുദ്ധിക്ക് താങ്ങുന്ന വിഷയമല്ല, മാനുഷിക ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായി ചിലത് എൻ്റെ സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം അത് ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടാകത്തില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ ഹല്ലേലൂയ, ഞാൻ ഈ ജനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഹല്ലേലൂയ എൻ്റെ മാനുഷിക ജ്ഞാനമല്ല അവിടെ പ്രകടമാകേണ്ടത്, മറിച്ച് ഹല്ലേലൂയ ദൈവശക്തി തന്നെ അവരുടെ വിശ്വാസത്തിന് ആധാരമാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനം കൊണ്ട് നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രസംഗിക്കാമെന്നേ. ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ നമ്മുടെ വി.ഡി. സതീശൻ അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. പുള്ളി എത്ര കൺവെൻഷൻ സ്റ്റേജുകളിൽ വന്ന് പ്രസംഗിക്കും. ഞാൻ ഇതുവരെ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ പോലും നിന്നിട്ടില്ല, സത്യം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പുള്ളിക്ക് എത്ര കൺവെൻഷൻ സ്റ്റേജുകളാണെന്ന് അറിയാമോ? എല്ലാം ജനറൽ കൺവെൻഷനാണ്. കൊച്ചു ചോട്ടാമോട്ട കൺവെൻഷൻ ഒന്നും പുള്ളിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പുള്ളി ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചേ? പുള്ളി നമ്മളെക്കാളും നമ്മുടെ വാർഷമാരുകൾ നന്നായിട്ട് പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ലോകത്തിൻ്റെ ജ്ഞാനമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടും വചനം പ്രസംഗിക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് പ്രസംഗിച്ചിട്ട് വി.ഡി. സതീശൻ്റെ സുവിശേഷ പ്രസംഗം കേട്ട് ഇതുവരെ ആരും മാനസാന്തരപ്പെട്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വലിയ വിദ്യാഭ്യാസമോ മിടുക്കോ കഴിവോ ഒന്നുമില്ലാത്ത പാവപ്പെട്ട ദൈവദാസന്മാർ ആത്മാവിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ദൈവനാമം പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ ഇരിക്കുന്നിടം മറന്ന് ജനം ദൈവത്തെ ആരാധിക്കും. എത്രയോ പാപികൾ മാനസാന്തരപ്പെട്ടു, എത്രയോ രോഗികൾ സൗഖ്യമായി, എത്രയോ പേരുടെ അവസ്ഥകൾ മാറി. ഹല്ലേലൂയ. അത് ജ്ഞാനമല്ല, പിന്നെ ദൈവശക്തി അതിനൊക്കെ ആധാരം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ജ്ഞാനമല്ല കർത്താവേ, അവർക്ക് സ്വർഗീയ പരിജ്ഞാനത്തെ പകരണമേ. പ്രൈസ് ദി ലോർഡ്. അതിലവർ നിറഞ്ഞു വരണം. ഈ ദിവസങ്ങളിൽ ഓരോ ദൈവമക്കളും ആ സ്വർഗീയ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വിഷയം, തൻ്റെ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ വിഷയം അടുത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ആ പരിജ്ഞാനത്തിൽ വളരുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? ഫലം കായ്ക്കും. സകല സൽപ്രവൃത്തികളിലും ആ ഫലം കായ്ക്കും. എന്താ ഫലം കായ്ക്കേണ്ടതിന് ആവശ്യകത? ഹല്ലേലൂയ. 80-ാം സങ്കീർത്തനത്തിൽ ഒരു ചോദ്യമുണ്ട്. കർത്താവേ, 80-ാം സങ്കീർത്തനത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ ഇതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്താ? പ്രൈസ് ദി ലോർഡ്. ഒരു വല്ലാത്തൊരു ചോദ്യമാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. ഹല്ലേലൂയ. എന്തോത്തിന്റെ വേലി പൊളിച്ചു കളഞ്ഞ കാര്യമാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞതെന്നറിയാമോ? മിസ്രൈമിൽ നിന്ന് കഷ്ടപ്പെട്ടൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞതിനെ നട്ടു, അതിന് തടമെടുത്തു, നന്നായിട്ട് വളർന്നു, മനോഹരമായി. പക്ഷെ പ്രശ്നം, കർത്താവ് അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞു. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാട്ടുപന്തി വരുന്നു, മാന്തുന്നു, അല്ല നാട്ടുകാർ വന്ന് പറിച്ചുകൊണ്ട് പോകുന്നു. ഭയങ്കരമായ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ചോദ്യം, കർത്താവ് നീ എന്തിനാ വേലി പൊളിച്ചു കളഞ്ഞേ?
കർത്താവിൻ്റെ മറുപടി യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ എടുക്കണ്ട, വേഗത്തിൽ പറഞ്ഞു പോകാം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ശരിയാ, ഞാൻ മുന്തിരിവള്ളിയെ കൊണ്ടുവന്നു. എവിടുന്നാ? മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ജാതികളെ നീക്കി തടമെടുത്തതിന് നട്ടു, കല്ല് പെറുക്കി കളഞ്ഞു, ഗോപുരം പണിതു, ചക്കും നാട്ടി. പ്രൈസ് ദി ലോർഡ്. നട്ടപ്പോഴേ എന്തിനാച്ചാ ചക്ക് നാട്ടിയത്? നട്ടപ്പോഴേ ചക്ക് നാട്ടി. കാരണം ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാ നട്ടിരിക്കുന്നേ, അല്ലേ? ചില നാളുകൾ കഴിയുമ്പോൾ ഇത് വളരുമെന്ന് അപ്പനറിയാം. ഇത് ഫലം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുന്നേ. ഫലം കായ്ക്കുമ്പോൾ അത് ആട്ടാൻ ആ ചക്ക് മേടിച്ചു വെച്ചിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. വളർച്ചയൊക്കെ കണ്ട് കർത്താവിന് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഫലം കായ്ക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു. ഫലം കായ്ച്ചോ? കായ്ച്ചു. ചുമ്മാ കള്ളം പറയത്, കായ്ച്ചു. പക്ഷെ എന്ത് മുന്തിരിങ്ങ കായ്ച്ചേ? പ്രൈസ് ദി ലോർഡ്. രാത്രി കർത്താവ് നമ്മിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വളർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഫലമുണ്ടോ വെച്ചാ? പിന്നെ ഫലമില്ലയോ? പ്രയോജനമുള്ളത് വല്ലതും ഉണ്ടോ വെച്ചാ? അതൊന്നുമില്ല വാസ്ത്രേ. പ്രൈസ് ദി ലോർഡ്. കാട്ടുമുന്തിരിങ്ങയ്ക്കല്ല കർത്താവ് കാത്തിരിക്കുന്നത്, നല്ല ഫലം കായ്പാനാ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ചോദ്യം, എന്തെങ്കിലും കായ്ച്ചാ പോരെ വാസ്ത്രേ? കായ്ച്ചില്ലല്ലോ, എന്തെങ്കിലും കിട്ടിയാ പോരെ കർത്താവിന്? എന്തെങ്കിലും കിട്ടിയാൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, പക്ഷെ കർത്താവ് ആ കൂട്ടത്തിൽ പെടുന്നില്ല. അവൻ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ കെട്ടിയ വേലി പൊളിക്കാനും എൻ്റെ കർത്താവിന് അറിയാം. ഹല്ലേലൂയ. നീ ഫലം കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ച അവൻ വേലി കെട്ടിയത്. ഹല്ലേലൂയ. കായ്ച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, മര്യാദയ്ക്കല്ല നടപ്പെങ്കിൽ കെട്ടിയ വേലി പൊളിക്കാനും കർത്താവിന് അറിയാം കേട്ടോ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ നിനക്കും നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്കും സംരക്ഷണമായി കെട്ടിയൊരു വേലിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ അത് പൊളിയാത്തത് കർത്താവിന്റെ കൃപയാ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസവും ഹല്ലേലൂയ 2025 അവസാനിപ്പിക്കുമ്പം ഹല്ലേലൂയ കർത്താവ് വന്നു നോക്കി, വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പച്ചൻ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങ് വെട്ടിയേക്കട്ടെ. അപ്പുറത്തിരുന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, അയ്യോ കർത്താവ് വേണ്ട. 2026 പാസ്റ്റർ ആദ്യം പറഞ്ഞില്ലേ പെട്ടി വരാഞ്ഞതിന്റെ കാരണം അതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, നമ്മുടെ കഴിവും എടുക്കും കൊണ്ടൊന്നും അല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ മിച്ചം കൊണ്ടല്ല. ഈ ഒരാണ്ടും കൂടെ കർത്താവ് ഒരു അവസരം തന്നതാ. ഹല്ലേലൂയ. A God is a God of chances. He has given you one more chance in this 2026. ഈ 2026 കർത്താവ് നിനക്ക് ഒരു അവസരം കൊടുത്തതാ. എന്തിനാ? ആ കാട്ടുമുന്തിരിക്ക് പറിച്ചു കളാ, നല്ല ഫലം കായ്ക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ആണ്ടിലും കൂടെ കായ്ച്ചില്ലെങ്കിൽ അടുത്ത ആണ്ടില് പോട്ടെ, അടുത്ത മാസം നമ്മൾ കാണുമെന്ന് അറിയത്തില്ല കേട്ടോ. വേലിയെ കർത്താവ് പൊളിക്കാൻ ഇടവരുത്തരുത്. ഹല്ലേലൂയ. അതുവഴി ഇതുവഴി പോകുന്ന കാട്ടുപന്നിയൊക്കെ ഇതുവരെ നമ്മെ തേണ്ടി മാന്താതിരുന്നത് കർത്താവിന്റെ വേലി ഉണ്ടായോണ്ട് മാത്രമാ. ഹല്ലേലൂയ. പലയിടത്തും മാന്തലിനെ കുറിച്ചും തോണ്ടലിനെ കുറിച്ചും അല്ലെങ്കിൽ വേര് പോയെന്നും മറിഞ്ഞു വീണു എന്നൊക്കെ നമ്മൾ കേട്ടതാ. അപ്പോഴൊക്കെ നമ്മൾ കർത്താവിന് സ്തോത്രം പറഞ്ഞു. നമ്മുടെ മേത്ത് അത് വരാഞ്ഞതിന്റെ കാരണം ആ വേലി ഉണ്ടായതുകൊണ്ട് മാത്രമാ. അത് പൊളിയാൻ ഇട കൊടുക്കരുത്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുക, കർത്താവേ, അവർ നിന്റെ പരിജ്ഞാനത്തിൽ വളർന്നു സൽപ്രവർത്തികളിൽ ഫലം കായ്ക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കണം കേട്ടോ. ഹല്ലേലൂയ. വെറുതെ വന്നിരുന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോകാനല്ല എൻ്റെ കർത്താവ് ഈ ദിവസങ്ങൾ വിളിച്ചിരിക്കുന്നത്. നല്ല ഫലം കായ്ക്കണം. കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഫലം കായ്ക്കണം. അതിനെ ആദ്യം പറഞ്ഞേ, നല്ല ഫലം കായ്ക്കണം. കർത്താവ് എന്താ ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെ അറിയുന്നേ? ലെറ്റ്സ് നോ ദ വിൽ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും മനുഷ്യന്റെ ആഗ്രഹം അറിയാനാണ് നമ്മൾ ഇരിക്കുന്നത്, എന്നാൽ ദൈവത്തിന്റെ ഹിതം അറിയാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എന്നെ പറ്റിയുള്ള അങ്ങയുടെ ഹിതം എന്താണെന്ന് എത്ര പേര് ചോദിക്കാറുണ്ട്? അതിൻ പ്രകാരം എന്നെ നടത്തണേ കർത്താവേ. നിങ്ങളുടെ പാരൻസ് നിങ്ങളെക്കുറിച്ച് നല്ല പ്ലാനുകളും പദ്ധതികളും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്.
നിങ്ങളുടെ മെൻറ്റേഴ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളുടെ പഠനം കണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കണ്ട്, അക്കാഡമിക് ഗ്രോത്ത് കണ്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അവർ പറയും, മോനെ നീ ഇങ്ങനെ ആവണം, അങ്ങനെ ആകണം, ഒത്തിരി പ്ലാനുകൾ അവർ ഞാൻ പറഞ്ഞു തരും. അതിനേക്കാളൊക്കെ അവർ 10th കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ. ഇന്ന് അതൊരു ഭയങ്കര ഒരു ബിസിനസ്സാണ്. അവരെന്താ ചെയ്യുന്നത്? They will guide you for your career growth. നിങ്ങളുടെ മുമ്പോട്ടുള്ള പഠനത്തിന് നിങ്ങളുടെ ആവശ്യമാകുന്ന എല്ലാ ഗൈഡൻസും അവർ തരും. നിങ്ങളുടെ ആ ഒരു അക്കാഡമിക് ഇത് നോക്കിയിട്ട് അവർ പറയും നിങ്ങൾക്ക് ഏതാണ് നല്ലത്, നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഏതായിരിക്കും ബെസ്റ്റ്, അവർ പറഞ്ഞു തരും. നമ്മൾ ഇവരുടെ അടുക്ക പോയി പൈസ പുറകെ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേര് ഇതിനു വേണ്ടി ദൈവസനിൽ മുഴങ്കാലം അടക്കിയിട്ടുണ്ട്. കർത്താവ്, മുമ്പോട്ട് ഞാൻ എന്താ അപ്പച്ചാ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുക, കുഞ്ഞെ ഹല്ലേലൂയ, നീ എൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്ന എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് യെസ് പറയും? നമ്മൾ അന്നേരം പറയും, യേശുവിൻ്റെ നാമത്തിൽ വിട്ടോ പിശാചേ, അല്ലേ? ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഇരമ്യാവിൻ്റെ അടുക്കൽ, പ്രവാചകനായ ഇരമ്യാവിൻ്റെ അടുക്കൽ ഹല്ലേലൂയ ഒരു കൂട്ടം യഹൂദന്മാർ കടന്നു. ഇസ്രായേൽ മക്കൾ വന്നു, ശേഷിപ്പുള്ള കുറച്ചെണ്ണേ ഉള്ളൂ. ഇവന്മാർ വന്നിട്ട് പറഞ്ഞു, പ്രവാചകനെ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ എങ്ങോട്ട് പോകാൻ നിൽക്കുക? മിസ്രൈമിലോട്ട് പോകാൻ നിൽക്കുക. കാരണം ഇവിടെ യുദ്ധം, ബഹളം, പ്രയാസം, എപ്പോഴാ മരിക്കുന്നതെന്ന് അറിയത്തില്ല, ശത്രുവിൻ്റെ പോരാട്ടം ഭയങ്കരമാണ്. സോ മിസ്രൈമിൽ പോയാൽ അവിടെ എന്തോ ഇല്ല, യുദ്ധം കേൾക്കാനില്ല, പട്ടിണിയില്ല, പരിവട്ടമില്ല, സമാധാനത്തോടെ അവിടെ കാണാൻ ജോലി ചെയ്ത് ജീവിക്കാം. ഞങ്ങൾ മിസ്രൈമിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യുക. എന്താ അങ്ങയുടെ അഭിപ്രായം? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞാൽ ഒടുവിൽ അവർ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, നീ പ്രാർത്ഥിച്ച് പറയുന്ന ദൂത് അത് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കാം. അപ്പോൾ ഇരമ്യാവിന് ഒത്തിരി സന്തോഷമായി. എന്നാൽ പിന്നെ അങ്ങ് പ്രാർത്ഥിച്ച് കളയും. പുള്ളി പോയി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നിട്ട് ജനത്തിന് ഉത്തരം കൊടുക്കണം, നിന്റെ ഹിതം എന്താണെന്ന് വെളിപ്പെടുത്തണം. ഒടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവദാസന് ദൂത് വെളിപ്പെട്ടു. ദൂതുമായി ജനത്തിൻ്റെ അടുക്ക വന്നു. ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ദൂതൊക്കെ കിട്ടി. എന്താ ദൂത്? പറ, വേഗം പറ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങളെ ഞാൻ എന്തോ ചെയ്യും? പറിച്ചു കളയാതെ നടും, പൊളിച്ചു കളയാതെ പണിയും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ആരെക്കുറിച്ചും പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കൊള്ളാമല്ലോ. ദൂത് കേൾക്കുന്നവരെല്ലാം നന്നായിരുന്നു. ദൂത് കേട്ട ഉടനെ അവർ പറഞ്ഞു, ഇത് പറയാൻ നിന്നെ ദൈവം അയച്ചിട്ടില്ല, ഇത് ദൈവത്തിൻ്റെ ദൂതല്ല. ഇത് നീ മനഃപൂർവ്വമായിട്ട്, നിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ ബാരൂക്ക്, ആ പുള്ളി പറഞ്ഞിട്ട് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഞങ്ങൾക്ക് വിരോധമായി സംസാരിക്കുക. ഇതൊന്നും ദൈവത്തിൻ്റെ ദൂതല്ല. ദൈവം ദൂതറിയിച്ചാലും പലപ്പോഴും വിശ്വസിക്കാൻ, ഏറ്റെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഏൽപ്പിച്ചു കൊടുത്തോ, ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തോ. അല്ല, ഇരമ്യാ പ്രവചനം 29:11 വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ശുഭഭാവി അത് ഈ ലോകത്തിൻ്റെ പഠനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഈ ലോകത്തിൻ്റെ ജോലി കൊണ്ട് പ്രാപിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ താഴെ കർത്താവ് പറയാ, I have a plan for you. ഹല്ലേലൂയ. എൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് നീങ്ങിയ ഹല്ലേലൂയ, ആ ശുഭഭാവി നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും, കർത്താവേ നിന്റെ വഴി എങ്ങനെയുള്ളതാ? തികവുള്ളതാ. The ways of the Lord are perfect എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി തികവുള്ളതാ, പെർഫെക്റ്റ്. അതിനേക്കാൾ വലിയ നല്ലൊരു വഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. വേഗത്തിൽ അല്ലേ പറഞ്ഞ അവസാനം സമയം അവസാനിക്കുക. ഹല്ലേലൂയ. മൂന്നാമത്തേത് പറഞ്ഞത് അല്ലേ, നമ്മൾ ഫലം കായ്ക്കണം. 4ാമത്തെ പോയിന്റ് ഹല്ലേലൂയ, അവിടെ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇതാണ്. നിങ്ങൾ എന്തോ ചെയ്യണം? ഹല്ലേലൂയ. അതിൻ്റെ 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ ആ മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ബലപ്പെടേണ്ടുന്നത്? ബി സ്ട്രെങ്തൻഡ് വിത്ത് ഓൾ ഹിസ് ഗ്ലോറിയസ് പവർ. എന്തിനാ നിങ്ങൾ അവൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നിങ്ങൾ പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം? എന്തിനാ? പറ. ഞങ്ങളതൊന്നും വായിച്ചില്ല വാസേ. അല്ലെങ്കിൽ സമയം നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞു, നിർത്തുക. ഡോണ്ട് വറി. പ്രൈസ് ദി ലോർഡ്. 2 കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നത്. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി. പ്രൈസ് ദി ലോർഡ്. 2 കാര്യങ്ങൾ.
നമ്മൾ പലപ്പോഴും വരം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, പിന്നെ അവനു വേണ്ടി കഷ്ടമനുഭവിപ്പാനും നമുക്ക് വരം നൽകിയിരിക്കുന്നു. എന്തിനൊക്കെയാണ് നമുക്ക് വരം നൽകിയിരിക്കുന്നത്? കഷ്ടമനുഭവിപ്പാനും കൂടെ ദീർഘക്ഷമയ്ക്കും പൂർണ്ണ സഹിഷ്ണുതയ്ക്കുമായി ആ ബലം നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് സുഖമുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല എന്നല്ല കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞേ. പിന്നെന്തോ പറഞ്ഞേ? ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പ്രൈസ് ദി ലോർഡ്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം ആ പൂർണ്ണ ശക്തിയോടെ നമ്മളൊന്ന് ബലപ്പെടുവാൻ ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുക. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും ദിവസത്തിൽ അടയട്ടെ. കൃപ 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 കൃപ. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടിയുള്ള ഒരു ദൈവദാസന്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണിത്. താൻ പ്രാർത്ഥിക്കുന്ന ഇത്ര മാത്രമാണ്: കർത്താവേ, എൻ്റെ ജനം ഹല്ലേലൂയ അവിടുത്തെ സത്യസുവിശേഷത്തിന് ഒത്തവണ്ണം നടക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമാകുമാറ് നടക്കണം. ഹല്ലേലൂയ. 2, അങ്ങയുടെ പരിജ്ഞാനത്തിൽ അവർ നിറഞ്ഞു വരണം. 3, ഹല്ലേലൂയ, ആ പരിജ്ഞാനത്തിൽ വളർന്ന് അവർ ഫലം കായ്ക്കണം. 4, കർത്താവേ, നിന്റെ ബലത്തിൽ, നിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ അവർ ബലപ്പെട്ടു വരണം. കാരണം അവരെ കാത്തിരിക്കുന്നത് കഷ്ടങ്ങളും പ്രതികൂലങ്ങളുമാ. അതിന്റെ മധ്യത്തിൽ അവർ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. അതിനുള്ള ബലം അവർ പ്രാപിക്കണം. 5, ഹല്ലേലൂയ, അവർ നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് മഹത്വമുള്ള വെളിച്ചത്തിലേക്ക് നമ്മളെ നടത്തി പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ച പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണമെന്നും കർത്താവെ, ഞങ്ങൾ അപ്പന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഇത് നമ്മളോടുള്ള ഒരു ദൈവത്തിന്റെ ആലോചനയാണ്. ഈ 5 കാര്യങ്ങൾ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാ. ആത്മനിറവിൽ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുകയാ, അല്ലെ, താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെങ്കിൽ താൻ കണ്ടിട്ടില്ലാത്ത, താൻ കേട്ടിട്ടില്ലാത്ത ഒരു കൂട്ടം പുത്തൂർ ദൈവസഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി ഹല്ലേലൂയ അന്ന് താൻ ആത്മാവിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണിത്. കർത്താവേ, ഈ ദൈവജനവും ആത്മാവിൽ നടക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും, അതേ കർത്താവേ, ഞങ്ങൾക്കും ദൈവഹിതപ്രകാരം ഹല്ലേലൂയ നടക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ. അപ്പനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്ക മഹത്വം അങ്ങേക്ക് തരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേക്ക് കൃപ തോന്നുവാൻ, അങ്ങേ പ്രസാദിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഹിതം അറിയുവാൻ തക്കവണ്ണം സ്വർഗീയ ജ്ഞാനം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഹിതപ്രകാരം ഫലം കായ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിപ്പാൻ, ബലം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ പ്രാപിച്ച ഓരോ നന്മകൾക്ക് നന്ദിയോടെ അങ്ങേ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനയായി മാറട്ടെ. ഓരോ വ്യക്തികളും പ്രാർത്ഥിച്ചാട്ട്, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. അല്ല, ഇന്ന് രാത്രി ദൈവകരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന പ്രിയ കർത്താവിന്റെ ദാസനോട്, ദൈവസഭയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.